വെൽക്കം ടു ലെക്ചറിങ് സെഷൻ ഓൺ തെർമൽ എഞ്ചിനീയറിംഗ്. നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ടർബൈനിനെ കുറിച്ചാണ്. ഹിസ്റ്ററി, അതായത് നമ്മളെല്ലാവരും സ്റ്റീം ടർബൈനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സെയിം തന്നെയാണ്. ദ വർക്കിംഗ് ഈസ് സിമിലർ ടു സ്റ്റീം ടർബൈൻ. നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഒരു ടർബൈൻ, ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത് വിൻഡ് മില്ലാണ്. ഗ്യാസ് ടർബൈൻ എന്ന് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടർബൈൻ മീൻസ് ഏതെങ്കിലും ഒരു വർക്കിംഗ് മീഡിയം എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. സിമിലർലി ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഗ്യാസ്. ഓക്കെ, നോർമലി നമ്മൾ അത് ഹോട്ട് ഗ്യാസ് ആണ് യൂസ് ചെയ്യുക. സോ ആ ഹോട്ട് ഗ്യാസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ടർബൈൻസിനെയാണ് നമ്മൾ നോർമലി ഗ്യാസ് ടർബൈൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, അത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്യാസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡ് മില്ലാണ്. ഗ്യാസ്, അതായത് എയർ, നോർമൽ അറ്റ്മോസ്ഫിയറിക് എയർ വന്ന് വിൻഡ് മില്ല് ഹിറ്റ് ചെയ്യുമ്പോൾ ആ വിൻഡ് മിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേറ്റ് ചെയ്യുന്ന മെക്കാനിക്കൽ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് പർപ്പസിന് യൂസ് ചെയ്തു. വാട്ടർ പമ്പ് ചെയ്യാൻ യൂസ് ചെയ്തു, അതായത് മെക്കാനിക്കൽ എനർജി നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത് വിൻഡ് മില്ലാണ്. ബട്ട് അതിനൊരു ഹീറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഹീറ്റിംഗ് കമ്പോണൻറ്റോ കംപ്രഷൻ കമ്പോണൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ കുറച്ചും കൂടി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് കംപ്രഷൻ പ്രോസസ്സും ആഡ് ചെയ്തു. സിമിലർലി ഒരു കംപ്രഷൻ പ്രോസസ്സും ആഡ് ചെയ്ത് കൊടുത്തു. ആദ്യമായിട്ട് ഇതിൻ്റെ സൈക്കിൾ, അതായത് ഈ കംപ്രഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സൈക്കിൾ ഡെവലപ്പ് ചെയ്ത രണ്ടാൾക്കാരാണ് ജൂൾ ആൻഡ് ബ്രേട്ടൺ. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളിതിനെ ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബ്രേട്ടൺ സൈക്കിൾ, രണ്ടാളും ഡെവലപ്പ് ചെയ്ത സൈക്കിൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ നമ്മൾ രണ്ടും സെയിം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ, ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ, ദെൻ അതിൻ്റെ മിക്സറാണ് സെമി ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ദെൻ നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യാറ്. ഫസ്റ്റ് വൺ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലും സെക്കൻഡ് വൺ കോൺസ്റ്റൻറ്റ് വോളിയത്തിലും. സോ അതിനനുസരിച്ച് അതിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് ടർബൈൻ എന്നും സെക്കൻഡ് വൺ കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് ടർബൈനും എന്നും അതിനെ ഡിഫൈൻ ചെയ്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തൊക്കെയാണ്. ദെൻ അക്കോർഡിംഗ് ടു ദ യൂസ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്യാസ് ടർബൈൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ എയർക്രാഫ്റ്റ് ഗ്യാസ് ടർബൈനായിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡാണ്, ഏത് ടൈമിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ ആണെങ്കിൽ നമുക്കറിയാം പകൽ ടൈമിൽ നമ്മൾ ലൈറ്റ് ഒന്നും യൂസ് ചെയ്യില്ല. സോ അതിന് ബേസ് ലോഡ് എന്ന് പറയും. ഓക്കെ, ദെൻ ഹൈ, അതായത് രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ലൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹൈ പവർ ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യുന്ന ടർബൈൻസിനാണ് നമ്മൾ പീക്ക് ലോഡ് ടർബൈൻസ് വിളിക്കുന്നത്. ദെൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടർബൈൻ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ടർബൈനാണ് നമ്മൾ സ്റ്റാൻഡ് ബൈ ടർബൈൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ അപ്ലിക്കേഷൻ, അത് എയർക്രാഫ്റ്റിലാവാം യൂസ് ചെയ്യുന്നത്, മറൈനിലാവാം യൂസ് ചെയ്യുന്നത്, ലോക്കോമോട്ടീവിലാവാം, ദെൻ എനി അതർ ട്രാൻസ്പോർട്ടിലാവാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ അപ്ലിക്കേഷൻ. നെക്സ്റ്റ് വൺ ടൈപ്പ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ടു ഹീറ്റ് ആഡ്. ഹീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം, ഓർ സോളിഡ് ഫ്യൂവൽ ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, ദെൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഷാഫ്റ്റ്, അത് സിംഗിൾ ഷാഫ്റ്റ്, മൾട്ടി ഷാഫ്റ്റ്. സോ ഇതിൽ മെയിൻ ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. സോ അതിനെക്കുറിച്ചാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ദെൻ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഗ്യാസ് ടർബൈൻ്റെ ഒരു മെയിൻ കമ്പോണൻസ്, ഒരു മിനിമം കമ്പോണൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്രസർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു കംപ്രഷൻ ചേംബർ, ആൻഡ് തേർഡ് വൺ ഈസ് ടർബൈൻ. ഓക്കെ, കംപ്രസറിലേക്ക് നമ്മൾ വർക്ക് ഇൻപുട്ട് ചെയ്യുന്നു, WC. ഇതിലേക്ക് നമ്മൾ കംപ്രഷൻ ചേമ്പറിലേക്ക് ഫ്യൂവൽ യൂസ് ചെയ്ത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, QS. ആൻഡ് നമുക്ക് ടർബൈന് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു, ദാറ്റ് ഈസ് WT. ഓക്കെ, സോ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കംപ്രസർ, കംപ്രഷൻ ചേംബർ ആൻഡ് ടർബൈൻ. സോ ഈ ടർബൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ WT എമൗണ്ട് ഓഫ് വർക്കിന്ന് ഒരു സ്മോൾ എമൗണ്ട് നമ്മൾ തിരിച്ച് കംപ്രസറിലേക്ക് കൊടുക്കുന്നുണ്ട്, ആ കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. റിമൈനിങ് എത്രയാണോ അതിനാണ് നമ്മളിവിടെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഓർ WNet എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ, ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആണ്. ഫ്രഷ് എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന്
ഇൻടേക്ക് ചെയ്യുന്നു കംപ്രസറിലേക്ക്, ഇവിടെ ഇൻടേക്ക് ചെയ്തു. ദെൻ ഈ കംപ്രസറിന് P1 എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് P2 വരെ കംപ്രഷൻ ചെയ്തു. സോ പ്രഷർ P2 എത്തി. ആ ഹൈ കംപ്രസ്ഡ് എയർ ആണ് കംപ്രഷൻ ചേമ്പറിലേക്ക് കൊടുക്കുന്നത്. സോ ഇവിടെ ഓൾറെഡി ഒരു ഹൈ കംപ്രസ്ഡ് എയർ ആണ് ഈ കംപ്രഷൻ ചേമ്പറിൽ നമ്മളിവിടെ ഇരിക്കുന്നത്. അതിലേക്കാണ് ഇവിടെ ഫ്യൂവൽ അറ്റോമൈസ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ അറ്റോമൈസേഷൻ ലെവൽ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ക്വാളിറ്റി എന്നിനെ ഡിപ്പെൻഡ് ചെയ്യും ഇവിടെ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്ന്. നമുക്ക് എല്ലാവർക്കും ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് അറിയാം. ഒരു ഹൈ കംപ്രസ്ഡ് എയറിലേക്ക് ഫ്യൂവൽ അറ്റോമൈസ്ഡ് ഇഞ്ചെക്ട് ചെയ്താൽ അതിൻ്റെ ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആണെങ്കിൽ അത് ഓട്ടോ ഇഗ്നൈറ്റ് ആകും. സോ അങ്ങനെ ഇവിടെ ഈ കംപ്രഷൻ ചേമ്പറിൽ ഒരു ഹോട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോട്ട് ഗ്യാസ് ആണ് ഈ ടർബൈനിലേക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഗ്യാസ് ആണ് ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നത്. സോ അത് ടർബൈനിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം പ്രഷർ റെഡ്യൂസ് ചെയ്യും ഫ്രം P3 ടു P4. ഇത് വേറെ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ നോർമലി ടർബൈൻ വർക്ക് ഔട്ട്പുട്ട് യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ ഡയറക്റ്റ് മെക്കാനിക്കൽ വർക്കായിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററുമായിട്ട് കപ്പിൾ ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഇൻടേക്ക് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ എന്നാണ്, ഇവിടെ എക്സോസ്റ്റ് ചെയ്യുന്നതും അറ്റ്മോസ്ഫിയർ. ഇത് നമ്മൾ റീയൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഓപ്പൺ സൈക്കിൾ ആണെങ്കിൽ നമ്മളിവിടെ ഫ്രഷ് എയർ സെപ്പറേറ്റും എക്സോസ്റ്റ് ഗ്യാസ് സെപ്പറേറ്റ് ആയിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ നമ്മൾ ഈ 4 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വരുന്ന അതേ ഗ്യാസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് 1 എന്ന് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളിവിടെ ഡയറക്റ്റ് കംപ്രഷൻ ചേമ്പർ അല്ല, പകരം ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കംപ്രഷൻ ചേമ്പറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സിമിലർലി ഈ 4 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എക്സോസ്റ്റ് ഗ്യാസ് അറ്റ്മോസ്ഫിയറിലേക്കല്ല പോകുന്നത്, പകരം അഗെയിൻ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലാണ്. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമ്മളിവിടെ ഒരു കോയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കൂളിംഗ് മീഡിയം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂളിംഗ് വാട്ടർ ഇൻ ആൻഡ് ഹോട്ട് വാട്ടർ ഔട്ട്. സോ ഈ ഒരു 4 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വരുന്ന ഹോട്ട് ഗ്യാസ് ഈ കോയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. അതുകൊണ്ടാണ് ഇവിടെ ഹോട്ട് വാട്ടർ ഗ്യാസ് ഔട്ട് വരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിലിപ്പോൾ എയർ ഇൻലെറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് എയർ കൂടാതെ ആർഗൺ, ഹീലിയം എക്സെട്ര നമ്മൾ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം ഏതാണോ നമുക്ക് ഹയർ എഫിഷ്യൻസ് ആയിട്ട് തോന്നുന്നത് ആ ഗ്യാസ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. അഗെയിൻ നമ്മൾ ഇവിടെയും ഹീറ്റ് എക്സ്ചേഞ്ചർ അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെയും ഇതേമാതിരി ഇങ്ങനെ കോയിൽ കൂടിയാണ് ഈ എയർ അല്ലെങ്കിൽ ഏതാണോ നമ്മൾ വർക്കിംഗ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടാണ് നമ്മളിവിടെ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. സോ ഈ ഹോട്ട് ഗ്യാസസിന് എന്ത് ചെയ്യും, ഇതിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ദെൻ ഇതിങ്ങനെ സോ ആദ്യമായി ഒന്നുകൂടിയും പറയുകയാണ്, എയർ ഇൻലെറ്റ് വന്നു, കംപ്രസ് ചെയ്തു, അത് കോയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ദെൻ ആ ഹോട്ട് ഗ്യാസ് ആണ് ഗ്യാസ് ടർബൈനിലെത്തി, അത് എക്സ്പാൻഡായി. ആ എക്സ്പാൻഡ് ചെയ്ത ലോ പ്രഷർ ഗ്യാസ് എഗെയിൻ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടെ വന്നു. ദെൻ ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ അതിൽ ഹീറ്റ് റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും എന്തായാലും, ആ ഹീറ്റാണ് നമ്മൾ ഈ കൂളിംഗ് വാട്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. സോ അത് അതിൻ്റെ ടെമ്പറേച്ചർ അഗെയിൻ റെഡ്യൂസ് ചെയ്തു. സോ ആ റെഡ്യൂസ് ചെയ്ത ഇതാണ് എഗെയിൻ നമ്മൾ റീസർക്കിൾ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് വിളിക്കുന്നത്.